രോഗികളെ സൗഖ്യമാക്കുന്നത്. ഇന്ന് മരുന്നുകൾക്ക്, ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ സാധിക്കാത്ത മാരകമായ ക്യാൻസർ മാറുന്നു. ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ ക്യാൻസർ രോഗികൾ, സുഖപ്പെട്ടവര്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ, 2 കിഡ്നി പോയി ഡോക്ടർമാർ ഉപേക്ഷിച്ച വ്യക്തി ഇതാ ഇപ്പം ജീവിക്കുന്നു. എവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നോ യേശു ഉടനെ അത് സ്ഥിരീകരിക്കും. ദൈവത്തിന്റെ രാജ്യം ശക്തിയാണ്. ഇന്ന് മരിച്ചവർ ഉയർക്കുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ മംഗലാപുരത്ത് പോയപ്പം ഒരു കുഷ്ഠരോഗി വന്നു, പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം വന്ന് സാക്ഷ്യപ്പെടുത്തി കുഷ്ഠരോഗം പോയിരിക്കുന്നു. യേശുവിന്റെ കാലത്ത് യേശു അനേകം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. കഴിഞ്ഞ മാസം ഞങ്ങൾ എന്ന് പ്രസംഗിച്ചപ്പോഴും കുഷ്ഠരോഗി സുഖപ്പെടുന്നു, തളർവാദ രോഗി എല്ലാം നടക്കുന്നു. എവിടെ ദൈവരാജ്യം പ്രസംഗിച്ചോ ഇത് നമ്മുടെയോ എന്റെയോ ആരുടെയും മിടുക്കല്ല. യേശു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം യേശു ക്രിസ്തുവിന് നമ്മളിലൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ യേശു ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് ക്രിസ്ത്യാനി, ഇതാണ് ദൈവരാജ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ സ്വർഗത്തിലായിരിക്കണം, സ്വർഗീയമായ കാര്യങ്ങളിലായിരിക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവൻ സ്വർഗീയ പൗരനാണ്. യേശു ദൈവത്തിന്റെ വചനം പറയുന്നു പൗലോസ്ലീഹായിലൂടെ, ഞങ്ങൾ യേശുവിന്റെ സ്ഥാനപതികളാണ്. We are the ambassadors of Christ. നമ്മൾ യേശുവിനെ ഇവിടെ പ്രതിനിധീകരിക്കുക. കാരണം യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നെങ്കിൽ മറ്റുള്ളവർ ആ യേശുവിനെ കാണുന്നത് 1 യേശുവിന്റെ സ്വഭാവത്തിലൂടെയും 2 യേശുവിന്റെ ശക്തിയിലൂടെയാണ്. ഇത് രണ്ടും കാണപ്പെടണം. 1 യേശു പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം നിമിത്തം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. ക്രിസ്ത്യാനികൾ തമ്മിൽ എവിടെ സ്നേഹിക്കുന്നുണ്ടോ അവിടെ ലോകം യേശുവിനെ കാണും. യേശുവിന്റെ സ്നേഹം, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ കാണാൻ സാധിക്കും. 2ാമത് യേശുവിന്റെ ശക്തി മറ്റുള്ളവർ കാണണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, അത് ദൈവം നടത്തിയിരിക്കും. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് മാത്രമേ അത് കാണപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിലേക്കാണ് യേശു വിളിക്കുക. ഈ ദൈവരാജ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ ലഭിക്കേണ്ടതാണ്, ഇവിടെ പ്രവേശിക്കേണ്ടതാണ്. ഈ ദൈവരാജ്യത്തിൽ ഇപ്പോൾ പ്രവേശിക്കുന്നവർക്ക് പിന്നീട് അത് ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ദൈവരാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാത്താന്റെ അടിമത്തത്തിൽ ജനിച്ച്, സാത്താന്റെ അടിമത്തത്തിൽ ജീവിച്ച്, ജീവിതകാലം മുഴുവനും ഈ സുവിശേഷം കേൾക്കാതെ അതിനെ തിരസ്കരിച്ച് ഈ ലോകത്ത്, ഈ ലോകരാജ്യത്തില് യേശുവിനെ സ്വീകരിക്കാതെ ഇവിടെ വെച്ച് തന്നെ ശരീരത്തിൽ മരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി വചനം പറയുന്നുണ്ട് യേശു വീണ്ടും വരും. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തില് 9:28 പറയുന്നു, യേശു വീണ്ടും വരും, പാപപരിഹാർത്ഥത്തിനല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവർ ആരാണ്? ഈ തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നത് ഇപ്പോൾ അവന്റെ രാജ്യത്തിലായിരുന്നു കൊണ്ട് അവൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, യേശുവിന്റെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവരെയാണ് കൂട്ടിക്കൊണ്ടുപോവുക. യേശു വരുന്നത് തന്റെ മണവാട്ടിയെ കൊണ്ടുപോകുവാനാണ്. മണവാട്ടിയാണ് സഭ. സഭയാകണമെങ്കിൽ ശിഷ്യനാകണം. ഞാൻ ഇവിടെ ആയിരുന്നു കൊണ്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ട് യേശുവും അവന്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ രാജ്യത്തിലായിരിക്കാൻ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഗൗരവപൂർവം അനുസരിക്കണം. അത് കേട്ടാൽ പോരാ, പഠിച്ചാൽ പോരാ, പഠിപ്പിച്ചാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ. ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും അത് അനുസരിക്കണം. എങ്കിലേ ഈ വചനം എന്നിൽ മാംസം ധരിച്ച് യേശു എന്നിൽ രൂപാന്തരപ്പെട്ട് ഇപ്പോൾ തന്നെ ഞാൻ ദൈവരാജ്യത്തിലാകുന്നത്. യേശുവിൻ്റെ കാലത്ത് അനേകം വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവർ തന്നെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചവർ. മോശയുടെ 10 പ്രമാണങ്ങളും അനുസരിച്ചു, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചു, എല്ലാം ചെയ്തിരുന്നു. യേശുവിനെ അവർക്ക് മനസ്സിലായിട്ടുമില്ല. അവർ സിനഗോഗുകളിൽ പ്രസംഗിക്കുമായിരുന്നു. വർഷങ്ങളോളം അവർ പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ നസറത്തുകാരനായ യേശു അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ആശാരിയുടെ മകൻ യോർദാൻ നദിയിൽ പോയി മാമോദിസ സ്വീകരിച്ച് ആ സിനഗോഗിൽ പോയിട്ട് പ്രസംഗിക്കുകയും അവിടെ പലതും സംഭവിച്ചു. ആദ്യം തന്നെ പിശാചുക്കൾ അലറാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ മനുഷ്യര് വരുമ്പോൾ അവിടെ പലതും സംഭവിക്കും. അവിടെ രോഗശാന്തി ഉണ്ടാവും, പിശാചുക്കൾ അലറും.
ആൾക്കാർ രക്ഷപ്പെടും. യേശു തന്നെ അനുഗമിക്കാൻ വിളിച്ചത് അന്നത്തെ നിയമജ്ഞന്മാരെയോ പണ്ഡിതന്മാരെയോ ഒന്നുമല്ല. ഒരു പഠിപ്പും അറിവില്ലാത്ത സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതികളായ മുക്കുവന്മാരെ. പഠിപ്പില്ല, അറിവില്ല, ഒന്നുമില്ല. അവർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ, യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചപ്പോൾ അവരെക്കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ഇതാ ലോകത്തെ തകിടം മറിച്ചവർ. ഹല്ലേലൂയ. മനുഷ്യന്റെ പഠനങ്ങളോ മനുഷ്യന്റെ ട്രെയിനിങ്ങോ മനുഷ്യന്റെ എക്സ്പീരിയൻസസോ നമ്മുടെ കഴിവുകളോ നമ്മുടെ മിടുക്കോ സമൂഹത്തിലുള്ള നമ്മുടെ നിലനിൽപ്പോ നമ്മുടെ സ്റ്റാറ്റസോ ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന ഒരു വ്യക്തി. നിനക്ക് പഠനം ഉണ്ടായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, സമ്പത്തുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലായിരിക്കാം. ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. നിനക്ക് മനസ്സാണോ? കർത്താവ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി പോകാൻ നീ തയ്യാറാണോ? തയ്യാറാണെന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളെയും ഈ ലോകത്തെ തകിടം മറിക്കാൻ യേശു ഉപയോഗിക്കും. അതാണ് ക്രിസ്ത്യാനി. ഈ ലോകം എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോണം, ആത്മീയ ലോകമാണ്. പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യർ അനേകം തിന്മകളിൽ, അനേകം ബന്ധനങ്ങളിൽ, അനേകം പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന മനുഷ്യർ. അതിനാർക്കും പരിഹാരം ആർക്കും അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുവാനോ അവരെ രക്ഷിക്കുവാനോ സാധിക്കത്തില്ല ഒരു മനുഷ്യനും. എന്നാൽ ഒരാൾക്ക് സാധിക്കും, യേശുക്രിസ്തുവിന്. ആ യേശുക്രിസ്തു നിങ്ങളിലുണ്ടോ, എന്നിലുണ്ടോ, നമ്മളെ ദൈവം ഉപയോഗിച്ച് അവർക്ക് മോചനം കൊടുക്കും. അങ്ങനെയൊക്കെ രക്ഷ പ്രാപിച്ചവരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളാരും എന്തെങ്കിലും പഠിച്ചിട്ടല്ലല്ലോ. യേശുവിൻ്റെ വചനം കേട്ടു, അത് സ്വീകരിച്ചു. ഇതാ ബുധനാഴ്ച തോറും മുടങ്ങാതെ വരുന്നു. ആരും വിളിച്ചിട്ടല്ലല്ലോ, ആരും ഓർപ്പിച്ചിട്ടല്ലല്ലോ, നമുക്കാർക്കും ജോലിയില്ലാഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ എന്തോ സംഭവിച്ചു, എന്തൊക്കെയോ ബന്ധനങ്ങൾ വിട്ടുപോയി, നമ്മുടെ അടിമത്തത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. കൊളോസ്യരുടെ ലേഖനത്തിൽ നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കൊളോസ്യസ് 1:13, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി വായിക്കുകയാണ്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും അവിടുന്ന് നമ്മളെ മോചിപ്പിച്ചിട്ട് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് സംഭവിച്ചത്. നമ്മൾ അന്ധകാരത്തിന്റെ ആധിപത്യത്തിലാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ കൃപയാൽ അവിടുത്തെ വചനം കേൾക്കുവാനും അതിന് പ്രത്യുത്തരം കൊടുക്കുവാനും നമുക്ക് സാധിച്ചപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ചിട്ട് തൻ്റെ പുത്രനായ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിച്ചു. ഇന്ന് നമ്മൾ സ്വതന്ത്രരായതുകൊണ്ടാണ് നമുക്ക് സന്തോഷത്തോടെ ഉല്ലസിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടാൻ സാധിക്കുന്നത്.